നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളിലും നിന്റെ പാദങ്ങൾ നിലത്തും സൂക്ഷിക്കുക. സ്വപ്നങ്ങളുടെ ഭംഗിയിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. നിങ്ങളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. കിട്ടുന്ന സ്നേഹം കൊണ്ട് ദരിദ്രനാണെങ്കിലും മെനഞ്ഞു കൂട്ടുന്ന സ്വപ്നങ്ങൾ കൊണ്ട് ധനികനാണ് ഓരോ മനുഷ്യനും. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നടുക്കാറില്ല എന്നു പറയുന്നതുപോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്തോഷിക്കാറുള്ളൂ. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്നു വരും. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്നറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെയും മാറ്റാൻ കഴിയും. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവനെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. കടലോരത്തെ കരിങ്കല്ലുകൾ പോലെയാവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. മുഖത്ത് മേക്കപ്പെടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മധൈര്യം കൂടുതലുള്ളവരായിരിക്കും. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടതായി വരും. ഇല്ല എന്നു പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു വരാൻ കഴിയാത്തതുകൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആദ്യം തന്നെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുക. വിജയത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ പ്രവർത്തനമാണ്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിന് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്.